ഡോക്ടർ ജയരാജ്, കലോത്സവത്തിന് എന്തിനാണ് ഇത്തരം പേരുകൾ കൊടുക്കുന്നത്? കലോത്സവമായി കൊണ്ടാടിയാൽ പോരെ? ഇന്ന് നമ്മുടെ വൈസ് ചാൻസലർ ഇറക്കിയ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ കലോത്സവമായി മാത്രം നടത്തിയാൽ മതി. നോബഡി വിൽ ബി ബാഡ്ലി എഫക്റ്റഡ്, നോ കോൺട്രവേഴ്സി വിൽ ബി ക്രിയേറ്റഡ് ആൻഡ് നൺ സെൻറ്റിമെൻറ്റ്സ് വുഡ് ബി ഹേർട്ട് ഈവൻ ഇഫ് നോ സ്പെസിഫിക് നെയിം ഈസ് ഗിവൺ ടു ദ യൂത്ത് ഫെസ്റ്റിവൽ. നമുക്കറിയാം, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത വർണ്ണങ്ങൾക്കും അതീതമായി സമ്മേളിക്കുമ്പോൾ അതിനൊരു വർഗീയ സ്പർശം നൽകുന്ന ഇത്തരം സങ്കുചിത ചിന്താഗതികളെ തൂത്തെറിയേണ്ടതല്ലേ? അതല്ലേ SFI പോലുള്ള ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്യേണ്ടത്? പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ചില സംജ്ഞകളിലൂടെ ചില ആശയ പ്രചരണം വേദിയാക്കുന്നു. SFIക്ക് യോജിച്ചതാണോ ഇത്, ഡോക്ടർ ജയരാജ്? ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, റോസ് ഈസ് എ റോസ് എന്ന് പറഞ്ഞത് വിശ്വമഹാകവിയായിട്ടുള്ള വില്യം ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറിനെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഷേക്സ്പിയർ ചോദിച്ചത്. പക്ഷേ ഒരു പേരിൽ ഒരുപാട് അർത്ഥമുണ്ടെന്ന് നമ്മൾ സമീപകാല ഇന്ത്യയിൽ നടന്ന പല വിഷയങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭീതിതമായ ചില കാര്യങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. രണ്ട് കടുവകളുടെ പേര് വിവാദമാകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പേര് ഉപയോഗിച്ചാൽ എന്തെല്ലാം അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും. ഒരു പേര് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ. കാരണം മധുസൂദൻ നായരുടെ കവിതയിൽ പറയുന്നത് പോലെ, ഇന്ത്യ എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്ന കണക്കോലെ, ഒരു പേരിന് പോലും കടപ്പെട്ടിരിപ്പവർ എന്ന് പറയുന്നത് സിന്ധു എന്നുള്ള പേര് അറബിയിൽ ഇല്ലാത്തത് കാരണമാണ് ഹിന്ദു എന്ന് വിളിക്കുന്നതും അങ്ങനെ ഈ പ്രദേശം ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായി തീർന്നതെന്നൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മാക്സ് മുള്ളറിനെ പോലുള്ള വ്യക്തികളും മറ്റുള്ളവരെയൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ പേർഷ്യനും ഹിന്ദിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉറുദു എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് തന്നെ ഇന്ത്യയിലുണ്ടായത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പദങ്ങൾ നമ്മൾ മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുക്കുകയും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ ഇന്തിഫാദ എന്ന് പറയുന്നത് റവല്യൂഷനോ അപ്രൈസിങ്ങിനോ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന വന്നത് ഈ അടുത്ത സമയത്താണ്. അതിനു മുമ്പേ തന്നെ ഒന്നാം ഇന്തിഫാദയിലും രണ്ടാം ഇന്തിഫാദയിലും, അതായത് യാസർ അറാഫത്തിൻ്റെ കാലം തൊട്ടേ ഇന്തിഫാദ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരുന്നു. പക്ഷേ നയതന്ത്ര ബന്ധങ്ങൾ മാറുന്നു. ഭാരതം എന്നുള്ള രീതിയിൽ നമ്മളുടെ നയതന്ത്ര ബന്ധം മാറി. ഇസ്രയേലുമായിട്ട് ഉള്ള ബന്ധത്തിൽ പലസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റമുണ്ടായി. ഇസ്രയേൽ അനുകൂല നിലപാടുകൾ രാജ്യം സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്കത്ര എടുത്തു പറയാനായിട്ട് തോന്നിയത്. ഒന്ന്, ആ ഫ്ലാഗ് ഉപയോഗിച്ചത്, പലസ്തീൻ്റെ ഫ്ലാഗ് ഉപയോഗിച്ചത് അത് ആ രാജ്യത്തിൻ്റെ അനുമതിയോടുകൂടിയാണോ എന്നെനിക്കറിയില്ല. അതുപോലെ ഒരു ഹെഡ് ഗിയറും ആ എംബ്ലത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒഴിച്ചാൽ ആ പേരിന് പ്രത്യേകിച്ച്, കാരണം നമ്മൾ പറയില്ലേ പഠിക്കുക പോരാടുക എന്നൊക്കെ പറയുന്നത്, കലയെന്ന് പറയുന്നത്, കല ശരിക്കും ഒരു കലാപമാണ്. കലയിലൂടെയാണ് ലോകത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ന്യൂട്രലായിട്ടും പൊളിറ്റിക്കലായിട്ടും ചെയ്യേണ്ടുന്നൊരു കാര്യമല്ല കലാപ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു ഇതുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ഗ്ലോബൽ ഇന്തിഫാദയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തീവ്രവാദ സംഘടനയുമായിട്ട് വളച്ചു കെട്ടുന്നതിനോടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പദം ഒരു അറബി വേർഡ് ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ 10-12 വർഷത്തോളം വിദേശത്ത് പല അറബി രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളവരാണ്. അത്ര സങ്കുചിതമായ ഒരുപാട് കൾച്ചറുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യയോളം തന്നെ കൾച്ചറുള്ള പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പദം കടമെടുക്കുന്നതിനകത്ത് നമ്മളിപ്പോൾ പോർച്ചുഗീസിൽ നിന്ന് ഇഷ്ടംപോലെ പദം കടമെടുത്തിട്ടില്ലേ, മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുത്തിട്ടില്ലേ, നമ്മൾ കഴിക്കുന്ന പുട്ട് പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, നമ്മൾ കഴിക്കുന്ന മരച്ചീനി എന്ന് പറയുന്ന സാധനം അവിട്ടന്നിരുന്നാൾ കൊണ്ടുവന്നതല്ലേ, ഭക്ഷ്യക്ഷാമക്കാലത്ത് അത് നമ്മൾ കഴിക്കുന്നില്ലേ. എന്നിട്ട് മലയാളികളുടെ ഇഷ്ടഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ മുമ്പ് പറയുന്നത് മരച്ചീനിയും മീൻകറിയുമായിരുന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടത്. അങ്ങനെ മാറുന്നു, ടേസ്റ്റ് മാറുന്നു. പാട്ടുകൾ നമ്മൾ ലാംഗ്വേജ് ഇല്ലാതല്ലേ എല്ലാവരുടെയും പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നത്. അതുപോലെ ഡോക്ടർ ജയരാജ്, നമ്മൾ വിദേശത്തേക്ക് പോവാതെ ഭാരതീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എത്ര പേരുകളുണ്ട്? ഒരു പേരിൽ എന്തിരിക്കുന്നു, ഒന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് സമർത്ഥിക്കാം. പക്ഷേ നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം, അതിൽ അഭിമാനിക്കുന്നവരാണ് ഓരോരുത്തരും. ആ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട എത്രയെത്ര വാക്കുകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ കലയോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ.
പക്ഷേ ഇന്തിഫാദ ഭാരതീയ സംസ്കാരം അത് എന്ന് മാത്രമല്ല ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഭാരതം എന്ന് ഇന്തിഫാദ പറയുന്നത് ഒരു island ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ സതുദ്ദേശ്യമല്ല എന്ന് ആർക്കും മനസ്സിലാവും. ഇടതുപക്ഷത്ത് ഉള്ളവർ ഒഴിച്ച് എല്ലാവർക്കും മനസ്സിലാവും. ഒരു നിമിഷം, ഒറ്റ നിമിഷം ഡോക്ടർ ജയരാജ്, ഒരു നിമിഷം ഡോക്ടർ ജയരാജ്, ഒരു നിമിഷം ഡോക്ടർ ആരിഫ് ഹുസൈന് എന്തോ ആഡ് ചെയ്യാനുണ്ട്. യെസ് ഡോക്ടർ. എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. നിങ്ങളിവിടെ പറഞ്ഞല്ലോ ഈ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നുള്ളത്. ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആളുകളുടെ അടുത്ത് പോയിട്ട് ഒന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു പേരിൽ എന്തിരിക്കുന്നു സഹോദര എന്ന് ചോദിച്ചിട്ട്. മാഷിന്റെ കൈ, വലത്തെ കൈ ഇടത്തെ കാലും വെട്ടിയെടുത്തതിന്റെ കാരണം എന്താ? ഒരു പേരാണ്. അപ്പൊ ഒരു പേരിൽ എന്തിരിക്കും? ഈ ക്യാപ്സ്യൂളൊക്കെ ഇന്നും ഇറക്കിയിട്ട് നിങ്ങളിത് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് എളുപ്പം വരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്തിഫാദ എന്ന് പറയുന്നതിന്റെ ഒരു ചരിത്രം ഞാനിവിടെ പറഞ്ഞു. അത് ഇന്ന് ലോകത്ത് ജൂതവിരുദ്ധത, ആന്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് പോളിസീസ്, രാജ്യങ്ങൾ പോലെ അവരുടെ ഇമിഗ്രേഷൻ ലോ പോലും മാറ്റുന്ന ഒരു എന്താ പറയാ ഒരു അവസ്ഥയിലേക്കും കൂടി കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു വിഷയത്തെ എടുത്തിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് അവരെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് ഇന്ന് എടുത്തു പറയുന്നത് വാക്ക് അത് ഇന്തിഫാദയും ആയി മാറുന്ന ഘട്ടത്തിൽ ഇരുന്നിട്ടാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാനുള്ളത്. ഇനി നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അത് ഭയങ്കര പ്രശ്നമായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു പേരിൽ എന്തിരിക്കുന്നു? കേരള സ്റ്റോറി എന്ന് പേരിട്ട് എന്താ കുഴപ്പം? എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്. ഈ മീസ എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ, അതുപോലെ പല സാധനങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തിരിക്കുന്നു അതിനകത്ത്? അപ്പൊ നിങ്ങൾ ഈ തരത്തിലുള്ള സംഗതികൾ വെച്ചിട്ട് ഇതുപോലെയുള്ള കോൾ ടു വയലൻസ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അതിനകത്ത് അവരുടെ രാഷ്ട്രത്തിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നു, അവരുടെ ഹെഡ് ഗിയർ കൊടുത്തിരിക്കുന്നു. ഇത് നിങ്ങൾ സ്വയം നിങ്ങളുടെ വാദത്തെ റെഫ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഇതൊരു പാക്കേജാണ്. അതിൽ നിന്ന് നിങ്ങൾ ആ പേരിനെ മാത്രം എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നോടത്ത് തന്നെ നിങ്ങൾ സ്വയം തോറ്റുപോകാണ്. മനസ്സിലാക്കൂ നിങ്ങളുടെ ഈ സംഗതി. ഇനി ഒറ്റ കാര്യം ഇതിനകത്ത് പറയുള്ളൂ. ഈ അവിശുദ്ധ ബാന്ധവം ഇത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അടിവേര് മാന്തും. കാരണം അടിവേര് മാന്തിയിട്ടുള്ള ചരിത്രമാണ് ലോകത്തുള്ളത്. അത് ഇറാഖിലെ 1952 മാന്തിയത് മുതൽ, അഫ്ഗാനിൽ മാന്തിയത് മുതൽ, ഇറാനിൽ മാന്തിയത് മുതൽ, ഇനി പല സ്ഥലത്തും ഇസ്ലാമുമായിട്ട് എവിടെയൊക്കെ കമ്മ്യൂണിസം കൈ കൊടുത്തിട്ടുണ്ടോ എല്ലായിടത്തും അതിന്റെ അടിവേര് മാന്തി അതിന്റെ ഒരു പൊടി പോലും പിന്നെ അവിടെ ബാക്കി വെച്ചിട്ടില്ല. ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ ജയരാജ് തുടരാം. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പ്രവചന സിംഹമല്ലാത്തതിനാൽ എനിക്ക് ഇതിനെക്കുറിച്ച് പ്രവചിക്കാനൊന്നും കഴിയില്ല. എന്നോട് ചോദിച്ച ചോദ്യം ഇന്തിഫാദ എന്നുള്ള വാക്കിന്റെ പേരാണ്. ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളുടെയൊക്കെ ഉണ്ടായിട്ട് വന്ന ഒരു കൾച്ചറാണ്. ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ടോളമിയുടെ കാലം തൊട്ട് എടുത്തു കഴിഞ്ഞാൽ അന്ന് കുഴിച്ചെടുത്ത നാണയങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ഇവിടെ പല മതങ്ങളോട് നമുക്ക് സഹിഷ്ണമായ, പിന്നെ ആൻറ്റി സെമിറ്റിക് എന്ന് പറയുന്ന എല്ലാ സെമിറ്റിക് മതങ്ങളാണല്ലോ. ഇസ്ലാമും സെമിറ്റിക് മതമാണ്. ആൻറ്റി സയണിസം ആയിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. തെറ്റിപ്പോയി, അത് അവിടെ പറയുന്നത് തിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഇടിഞ്ഞു വീഴുമെന്നോ അല്ലെങ്കിൽ രണ്ട് സിംഹങ്ങളുടെ പേര് മാറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ ജയരാജ് അദ്ദേഹം ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട്, അതിന് മറുപടി നൽകണം. ഇപ്പൊ നോക്കൂ, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടുന്നിടത്തിലേക്ക് എത്തിച്ച ആ ഒരു സംഭവം അതെന്തായിരുന്നു? അതൊരു പേരിൻ്റെ പേരിലായിരുന്നു ആ പ്രശ്നം ഉടലെടുത്തത് അല്ലേ? പിന്നെ കേരള സ്റ്റോറി എന്തൊരു കോലാഹലമായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ പേര് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയത് ആരാണ്? ഇല്ല നോ അല്ല, ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഇവിടെ പേരാണ് ചർച്ച ചെയ്യുന്നത്. താങ്കൾ ചോദിച്ചത് പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. കേരള സ്റ്റോറി അത് രണ്ട് പേരുകളാണ്. ആ പേരുകളുടെ പേരിലായിരുന്നല്ലോ ഇവിടെ ബഹളം മൊത്തം. അന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിശാല മനസ്കത ഉണ്ടായില്ല? കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ലവ് ജിഹാദാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പ്രൊപ്പഗണ്ട മൂവി വന്നു കഴിഞ്ഞാൽ ആ പേരിനെ ചൊല്ലിയായിരുന്നു ഇവിടെ ബഹളം, കോലാഹലം. അല്ല കേരള സ്റ്റോറി നിങ്ങളിപ്പോ പറഞ്ഞത് ഇന്തിഫാദ, അതങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇന്തിഫാദ ആ പേരിൽ ഒരു പ്രശ്നമില്ല എന്നാണ് താങ്കൾ ഉന്നയിച്ചത്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ആരിഫ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. അതിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയാൽ മതി. അപ്പോൾ അതിൽ ഡീറ്റെയിൽസിലേക്ക് വേണ്ട.
ഇനിയിപ്പോൾ നമ്മൾ ഭാവരാഗ താളം എന്നുള്ള അർത്ഥത്തിൽ ഭരത എന്ന് പേരിട്ടാൽ തന്നെ അതിന് വേറെ എന്തെങ്കിലും അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കും. ഇതിപ്പോ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ കണക്കല്ലേ ആരിത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ റിലയൻസിനകത്ത് നമ്മൾ ആത്മനിർഭർ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന് അംബാനിയെ സഹായിക്കാനാണെന്ന് പറയുന്നത് പോലെ വിഡ്ഢിത്തരമാണ് ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറയുന്നത്. അത്ര ബാലിശമായിട്ടാണ് എനിക്ക് അതിനെ കാണാനായിട്ട് കഴിയുന്നതും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ രീതിയിൽ കാണേണ്ടുന്ന കാര്യവുമില്ല അതിനെ. കാരണം ഗ്ലോബൽ ഇന്ത്യപാത നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയില് ഈ ഇസ്രായേൽ കോൺസുലേറ്റിന്റെ മുമ്പിൽ ഒരു ആത്മാഹൂതി ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ ഇതെല്ലാം കണ്ട് 30,000 ആളുകളെയാണ് കൊല ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 30,000 ആളുകൾ. എല്ലാ യുദ്ധങ്ങളുടെ അവസാനമായി അവശേഷിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. എല്ലാ യുദ്ധങ്ങളുടെ അവസാനം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അത് ഏത് രാജ്യത്താണെങ്കിലും ഏത് അധിനിവേശത്തിലാണെങ്കിലും. അങ്ങനെ ഒരു ജനതയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പം ഇത് സഹിക്കാൻ വയ്യാതെ ഒരു അമേരിക്കൻ പൗരൻ ഇസ്രായേൽ കോൺസുലേറ്റിന് മുമ്പിൽ പോയി പട്ടാളക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മാഹൂതി ചെയ്തപ്പോൾ ഇന്നലെ ആ പയ്യനെ പിന്തുണ നൽകിക്കൊണ്ട് വെറ്ററനായിട്ടുള്ള അമേരിക്കൻ സോൾജേഴ്സ് അവരുടെ എല്ലാ യൂണിഫോം കൂട്ടിയിട്ട് കത്തിച്ചു. ഇതാണ് ലോകത്ത് നടക്കുന്ന മാറ്റം. നമ്മൾ ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും നോക്കിക്കാണുകയും അതിനകത്ത് കൊള്ളാവുന്നത് കൊള്ളുകയും തള്ളാവുന്നത് തള്ളുകയും ചെയ്യുന്ന ഒരു ജനതയാണ്. അല്ലാതെ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ പറയുന്നത് പോലെ ഏറ്റവും എപൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ സന്ദേശം എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതൽ നമ്മൾ കൊട്ടിഘോഷിച്ചതുപോലെ ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഈ കണ്ണ് കേരളത്തിലേക്ക് കൂടി തുറന്നു വെച്ചേക്കണം കേട്ടോ. ഹിംസാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാവം സിദ്ധാർത്ഥന്റെ കൊലപാതകം നിങ്ങൾ ആത്മഹത്യ എന്ന് പറയുന്നു. അപലപനീയമാണ്, അത് കൊലപാതകമാണ്, അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. ഡോക്ടർ ജയരാജ്, അതിന് പിന്നിലും ചില അജണ്ടകളുണ്ട്. അത് പതുക്കെയാണെങ്കിൽ അത് പുറത്തു വരുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് അങ്ങനെ അവഗണിച്ച് കാണാൻ പറ്റില്ല. ചില സത്യങ്ങൾ താമസിയാതെ പുറത്തു വരും. നോക്കൂ, മറ്റൊരു കാര്യം കൂടി താങ്കൾ വരുന്നതിന് മുമ്പ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ആ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നിടത്തേക്ക് SFI എന്ന സംഘടന അധപ്പതിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം ഇത്തരം അജണ്ടകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് എന്നെപ്പോലുള്ളവർ സ്വാഭാവികമായി സംശയിച്ചാൽ അതിനെ തെറ്റ് പറയാനാവുമോ ഡോക്ടർ ജയരാജ്? ന്യായമായ സംശയം. കാര്യം ഈ പറഞ്ഞ സംഘടന, ഈ PFI പോലുള്ള സംഘടനകളാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും എല്ലാ യുവജന സംഘടനകളിലും നുഴഞ്ഞു കയറുകയാണ്. അവർക്ക് സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്നുള്ള കാര്യം വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊരു ബാൻ കൊണ്ടുവന്നിട്ട് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല, ബോധം വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അത് എല്ലാ സംഘടനകളിലും, ഒരു സംഘടന മാത്രമല്ലെന്നേ, എല്ലാ വിദ്യാർത്ഥി സംഘടന, എല്ലാ യുവജന സംഘടന നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പിരിച്ചുവിട്ടതിന് ശേഷം ഇവരുടെ പ്രവർത്തന രീതി ഇതിനകത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് നാളെ അത് വെളിയിൽ വരും എന്നുള്ള കാര്യം തന്നെ യാതൊരു സംശയം വേണ്ട. ആ കാര്യത്തിൽ ശ്രീ അനിൽ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും പിന്തുണയാണ്. ആ ഒരു കാര്യം സന്തോഷം. പക്ഷേ ഇവരെയൊക്കെ തിരിച്ചറിയണം കേട്ടോ. ഒരു കാര്യമാണ് ഞാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കാര്യം ഒരു സമൂഹത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരുപാട് കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ സ്പന്ദനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നത്. ഇത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരെയാണ് നമുക്ക് വിചാരണ ചെയ്യേണ്ടത് ശരിക്കും. ഓക്കെ, ശ്രാവൺ ഇവിടെ നമ്മുടെ ഇടത് നിരീക്ഷകൻ സർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അതായത് പേരിലെല്ലാം എന്തിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കുറച്ച് നാളുകൾ മുൻപ് നമ്മുടെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആ പേര് ഭാരത് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ ചിന്തകരുമാണ് അതിനെതിരെ കൺസേൺസ് റേസ് ചെയ്തത്. എങ്ങനെ ഭാരതം എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നു. എന്തിരിക്കുന്നു പേരിൽ, ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ കണ്ണൂർ ഓട്ടോണമസ് ആയിട്ടുള്ള ബ്രണ്ണൻ കോളേജിൽ ഒരു സിലബസിൻ്റെ ഒരു ഇഷ്യൂ നടന്നിരുന്നു. അതായത് സവർക്കറിനെയും ഗോൾവൽക്കറിനെയൊക്കെ പഠിപ്പിക്കുന്നതിന് ആ പേരായിരുന്നു അന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രശ്നം. അതും ഒരു ചോദ്യചിഹ്നമാണ് സർ. സോ പേര് വെറും ഒരു പേര് മാത്രമല്ല. റോസ് എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം എന്ന് പറയുന്നത് ഗ്ലോബലി
നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണ് അത് പറഞ്ഞത്, അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് സർ. അപ്പോൾ അതുകൊണ്ട് ഒരു പേരിന് യഥാർത്ഥ അജണ്ടയുണ്ട്, ഇത്തരത്തിലുള്ള പേരുകൾക്ക്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ സാറ് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു റെഫറൻസും ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഇന്തിഫാദ എന്ന് പറയുന്ന പേര് നേരത്തെ ഞങ്ങൾ എല്ലാവരും ആർഗ്യൂ ചെയ്ത പോലെ അത് ഹമാസ് എന്ന് പറയുന്നൊരു സംഘടന യൂസ് ചെയ്ത ടേം. ഓക്കെ, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന്. ഇത് തന്നെയാണ് നമ്മുടെ റീസെൻ്റ്ലി ഒരു സോളിഡാരിറ്റി, അതായത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ യൂത്ത് സംഘടനയായ സോളിഡാരിറ്റി ഒരു അപ്രൂട്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് നടത്തുകയും ആ കോൺഫറൻസിൽ അവരൊരു കവർ പിക്ക് അവരിറക്കിയ പോസ്റ്ററിൽ ഹമാസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ഇസ്മൈൻ ഹസൻ യാസിൻ്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇതിൽ കോൺഗ്രസ് ഇതിൻ്റെ ഒരു ജില്ലാ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു രമ്യ ഹരിദാസും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദേശവിരുദ്ധമായ നിലപാടെടുക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടുത്തെ ഇടത് സർക്കാരും ചെയ്യുന്നത്. അതായത് മുസ്ലിം അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് ഇന്നിവിടെ പിണറായി സർക്കാരും ഈ ഇടത് നിരീക്ഷകരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈൻ കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. താങ്കൾ നേരത്തെ നമ്മുടെ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് എന്തോ പറയാൻ താങ്കൾ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കാമോ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ആ പറയാൻ വന്ന സംഗതിയുടെ ഒരു പറഞ്ഞതിന്റെ ബാക്കി അല്ലെങ്കിൽ ഒരു പകുതി ഞാനൊന്ന് ഇവിടെ കട്ട് ചെയ്യാണ്. കാരണം അദ്ദേഹം തൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കുറ്റസമ്മതം അവിടെ നടത്തി, അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ അവിടെ നടത്തി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ PFI പോലെയുള്ള സംഘടനയിലുള്ള ആളുകളൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നിടത്ത് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം ഇവിടെ വരുന്നു. കാരണം ആ നുഴഞ്ഞു കയറ്റത്തിന്റെ ഒരു പ്രതിഫലനം അവരവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ, അതിന്റെ ഒരു ചിത്രമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ലോഗോയിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നത് തന്നെയാണ് ഞാൻ പറയാൻ തുടക്കം മുതലേ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യം. ഒന്നത്. രണ്ടാമത്തത്, ഇദ്ദേഹം പറഞ്ഞു ഈ ആന്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഞാൻ തെറ്റി പറഞ്ഞതായിരിക്കും എന്നുള്ളത്. ഞാൻ അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ ആലോചിച്ചു പോവുകയാണ്. സെമിറ്റിക് മതം എന്നുള്ള ആ ഉദ്ദേശത്തിലല്ല ആന്റി സെമിറ്റിസം എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ജൂത വിരുദ്ധത എന്ന് പറയുന്ന ഒരു കൃത്യമായ മലയാളം വാക്കുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരർത്ഥം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് തന്നെ. അത് ഹിറ്റ്ലറുടെ കാലഘട്ടം മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു സംഗതിയാണ് ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഇന്തിഫാദയുടെ പേരിൽ അദ്ദേഹവും ഇവിടെ സമ്മതിച്ചു, നമ്മൾ ഇടത് നിരീക്ഷകൻ, അതായത് ഗ്ലോബലൈസിങ് ഈ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വിഷയത്തെ അദ്ദേഹവും അവിടെ വാചകങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. എന്തൊരു നോർമൽ ആയിട്ടുള്ള സംഗതി, ഒരു കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് അത് പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്നത് ഇതേ ഹമാസ് തൊടുത്തുവിട്ട അല്ലെങ്കിൽ അവരിലൂടെ പുറത്തേക്ക് ഒഴുകിയ ഒരു ആശയമാണ്. അതൊരു തീവ്രവാദ ആശയമാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ ഔട്ട്പുട്ട് അവർ പ്രതീക്ഷിക്കുന്നത് എന്ത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അത് ജൂതരായിട്ടുള്ള ആളുകൾ അവരെ വേട്ടയാടുക, അവരെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുക. ആന്റി സയനിസം അല്ല, ആന്റി സയനിസ്റ്റുകളെയും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ജൂതരെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നത്. കാരണം എന്താ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതുണ്ടാവാൻ പാടില്ല എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അവരുടെ ചാർട്ടറിൽ പോലും എഴുതി വെച്ചിരിക്കുന്ന സാധനം അതാണ്. അതായത് റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, അവിടെ ജൂതരാഷ്ട്രം എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാകാനേ പാടില്ല, അംഗീകരിക്കാൻ പോലും ഇല്ല. ഇന്ന് അതിന്റെ പേരിൽ എന്തോ ഒരു സാധനമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പരീക്ഷയിൽ ചോദ്യം ചോദിച്ചു 3 മാർക്കല്ലേ പോണേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി. അപ്പൊ എന്താണ് അവിടെ കാണുന്നത്? ആ ഒരു രാഷ്ട്രത്തോട്, ആ ജനതയോടുള്ള ഒരു വിരോധം അത് തന്നെയാണ്. അപ്പോ നമ്മൾ അവിടെ എടുത്തു പറയുന്നത് ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ, അതല്ലെങ്കിൽ ജൂതന്മാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തും ഒരു ന്യായമുണ്ട്, അവര് പറയുന്നതിന് കാര്യമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞു പോയാൽ, അവര് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗം ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അവരെ മുഴുവൻ സാമ്രാജ്യത്വ സപ്പോർട്ടേഴ്സ് ആയിട്ടും മാനവിക വിരുദ്ധരായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് ഡിമണൈസ് ചെയ്യുന്ന ഒരു നിലപാട്, അതിനും കൂടിയാണ് ഈ ഇന്തിഫാദ ഇന്ന് വഴിവെക്കുന്നത്. ഈ രണ്ട് സംഗതികളുമാണ് ഇവിടെ ഇന്ന് രംഗം കീഴടക്കിയിട്ടുള്ളത്. ഇതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്ന ആളുകളുടെ തനിനിറം ഇന്ന് പുറത്തു വന്നു. അത് വരാൻ കാരണമായത് ഈ ഹമാസ്
ഇസ്രായേൽ വിഷയമാണ്. അതായത് വലിയ തോതിൽ ഇരവാദമൊക്കെ ഇറക്കി ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടുമെന്ന് പറഞ്ഞ് നിലവിളിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്ന് ഈ ഒരു വിഷയം വന്നപ്പോൾ, ഈ നിലാവെളിച്ചം കണ്ടപ്പോൾ കുറുക്കൻ കൂവിപ്പോയ പോലെ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ജൂത വിരുദ്ധത പുറത്തേക്ക് വരുന്നു. അത് വലിയ പ്രശ്നമാകുന്നു. അത് പ്രശ്നമായി എന്നത് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് രാജ്യങ്ങൾ അവരുടെ നിയമങ്ങൾ പോലും ഉടച്ചു വാർക്കുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് ഇതുപോലെയുള്ള ജൂതവിരുദ്ധത പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇമാമിനെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സാത്താനോട് ഉപമിക്കുന്നു, വെസ്റ്റ് ഇല്ലാതെയാകണമെന്ന് പറയുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു, പതാകയെ അപമാനിക്കുന്ന രീതിയിലൊക്കെ. പക്ഷെ അതിലെല്ലാം കടന്നുകൂടുന്നത് ഈ ജൂതവിരുദ്ധത തന്നെയാണ് കാരണം ഫ്രാൻസ് ജൂതരെ സപ്പോർട്ട് ചെയ്തു. ഇതാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. UK നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അവിടെ അവരുടെ പോലീസിംഗ് സംവിധാനത്തിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പുറത്തേക്ക് വന്നതുപോലെ ഈ ജൂതവിരുദ്ധതയെ ആരും ഒപ്പോസ് ചെയ്യാത്ത രീതിയിൽ ഇവിടെ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഓരോ രാജ്യത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്നത് അതൊരു ഓമന പേരല്ല. ഇന്തിഫാദ എന്ന് പറയുന്നത് അത് ഇതുപോലെ കുട്ടികൾ ഉറക്കാൻ കിടത്തുമ്പോൾ പറയേണ്ട വാക്കുമല്ല. അത് ഭീകരത തന്നെയാണ്. അത് സമ്മതിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന നില ഇവിടെ ഉണ്ട്. അതിനെ വെള്ളപൂശി ഇതുപോലെ ക്യാപ്സൂൾ ഇറക്കി. എനിക്കൊരു സന്തോഷമുള്ളത്, ഞാൻ ഈ ക്യാപ്സൂൾ ലൈവായിട്ട് ഇറങ്ങുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇന്ന് എനിക്ക് സാധിച്ചു. അതിലെനിക്ക് വലിയ ഒരു എന്റെ ജീവിതം ധന്യമായി എന്ന് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാനും ഉണ്ട്. ഓക്കെ, യെസ്, കൃഷ്ണകുമാർ സാർ തുടരാം. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇടയ്ക്കാണ് എനിക്ക് തോന്നണത് ഇതുവരെ മാധ്യമങ്ങൾ ഈ സംഘടനകളെ പേടിച്ചിരുന്നോ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവ കേൾക്കാമോ? കേൾക്കാം, കൃത്യമാണ്. കാരണം നമ്മുടെ ഈ അവിടെ ഈ സിദ്ധാർത്ഥിനെ കൊന്ന ആ റൂം നമ്മൾ മീഡിയ കവർ ചെയ്ത സമയത്ത് അവിടെ നമ്മൾ കണ്ടത് ലെനിൻ്റെ ഫോട്ടോ കണ്ടു, അതുപോലെ നമ്മൾ ചെഗുവേരയുടെ കണ്ടു, അതുപോലെ അവിടെ SFIയും കമ്മ്യൂണിസവും അതിനെ സംബന്ധിച്ചെന്ന് അല്ലാണ്ട് അവിടെ കാര്യമായിട്ട് ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഇനി ഞാൻ കാണാത്ത, ഇനിയിപ്പോൾ ഞാൻ അന്ധനായതുകൊണ്ടാണോ അപ്പോൾ എൻ്റെ എന്താ പറയുക, ഏതെങ്കിലും വേറെ സംഘടനകളുടെ വിധേയത കൊണ്ട് എനിക്കറിയാൻ പക്ഷെ ഞാൻ കണ്ടില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നേതൃത്വത്തിൻ്റെ കയ്യിലല്ല ഈ ഒരു സംഘടന. നേതൃത്വത്തിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഗവർണറെ ഇത് ചെയ്യുന്നു, അവർ പറഞ്ഞേനെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അത് പോലീസിൻ്റെ പണി പോലീസ് എടുത്തോളും, മറ്റാര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഇതെല്ലാം സ്വന്തം ഇമേജ് സ്വന്തമായിട്ട് നശിപ്പിക്കുന്ന ഏത് സംഘടനയാണെങ്കിലും വേറൊരു സംഘടന ചെയ്താൽ അത് തന്നെയാണ് സംഭവിക്കുക. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു കമ്മ്യൂണൽ ഗെയിമായിട്ട് ഇത് വരുന്നു എന്നുള്ളത് വളരെ പ്രകടമാണ്. നമുക്ക് വളരെ കണ്ണടച്ച് പറയാം, സുഖിപ്പിക്കാൻ വേണ്ടി പറയാം. അതാണ് നമ്മൾ ഈ നിലയിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. അത് കമ്മ്യൂണൽ ഗെയിമായിട്ട് വരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിനകത്തേക്ക് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടേതായിട്ടുള്ള അജണ്ടകൾ ഇന്ന് PFI നിരോധിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കും അവർ ഇതുപോലത്തെ സംഘടനകളിൽ സ്വാധീനം ചെലുത്തി അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ട് അവർ കൊണ്ടുവരുന്ന സംഗതി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വന്നു? ചുരുങ്ങിയ കാലം കൊണ്ടുള്ള ഒരു മാറ്റമാണ്. ശരിക്കും മുമ്പൊക്കെ SFI ഒക്കെ സമരം ചെയ്യും, വളരെ അഗ്രസീവായിട്ടുള്ള സമരം ഉണ്ടാവും. പക്ഷേ അവിടെ ഇതുപോലെ വ്യക്തികളെ ഒരു ഇൻഡിവിജ്വലിനെ ടാർഗറ്റ് 10-15 പേര് കണ്ട് ഇത് ചെയ്യാം. അതുപോലെ ഇവരുടെ ഈ ഒരു മോഡസ് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ജയിക്കുന്നതും കോളേജ് യൂണിയനിൽ ജയിക്കുന്നതൊക്കെ SFI ആണ്. അവർക്കൊരു കടമയുണ്ട് അതിനകത്ത്. അവിടെ അവർ എൻഷുർ ചെയ്യേണ്ടത് എന്താണ്? കുട്ടികളുടെ അവരുടെ ഭാവി ഭദ്രമാക്കണമെങ്കിൽ അവരുടെ ടാലൻസ് വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ കോളേജുകളിൽ ഉണ്ടാക്കണം. ഇത് സംഗതി നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾ അവരുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് കുട്ടികൾക്ക് അവർക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കും? ഇനി ഈ കോളേജുകളിലൊക്കെ നമ്മുടെ ഇന്നത്തെ രക്ഷാകർത്താക്കൾക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ എന്തെങ്കിലും റോളുണ്ടോ? നമുക്ക് ഇല്ല. രാഷ്ട്രീയ സ്വാധീനം അതുപോലെ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് മരിച്ചത്. അച്ഛനും അമ്മയ്ക്കൊന്നും യാതൊരു റോളില്ല. രാഷ്ട്രീയം മാത്രം രാഷ്ട്രീയം അന്ധമാക്കിയ ഇതുപോലെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് രാഷ്ട്രീയത്തിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട്. ഞാനെപ്പോഴും ഈ കോഴിക്കോട് ഇവിടേക്ക് ഉണ്ടായ സമയത്ത് ഇന്ന് എനിക്ക് അറിയാൻ പാടില്ല, അന്ന് പ്രദീപ് കുമാർ, TP രാമകൃഷ്ണൻ, അതുപോലെ അന്നത്തെ മോഹൻ മാസ്റ്റർ, സംഘർഷമൊക്കെയുള്ള സ്ഥലമാണെങ്കിലും
ഇവരുടെയൊക്കെ നമുക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു കാര്യങ്ങൾ ചെയ്യാനും. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നടപടി നിഷ്പക്ഷമായിട്ട് എടുക്കുമ്പോൾ ഞാൻ ഈ സംഘർഷ മേഖലകളിലൊക്കെ പണിയെടുത്തതാണ്. അന്നൊക്കെ അവർ അക്കോമഡേറ്റീവ് ആയിരുന്നു, അവർ നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. പലപ്പോഴും നമ്മൾ കൺഫ്രണ്ടേഷനൊക്കെ ഉണ്ടാവുമെങ്കിലും അവർ ശരി നമ്മൾ നമ്മുടെ കൂടെ നിന്നിരുന്നു. കുറച്ച് പോലീസ് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതല അതാണല്ലോ. രാഷ്ട്രീയക്കാരൻ്റെ ഇംഗിതത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നിരപരാധികളെ കേസിൽ കൊടുക്കുകയും അതുപോലെ അപരാധികളെ രക്ഷിക്കുകയും അത് ചെയ്യുന്നതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ നമ്മൾ നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിനെ കാണുന്നു. അതുകൊണ്ട് അലിഗേഷൻസ് ഇത്രയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഏത് കാലഘട്ടം ഉണ്ടായിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലീസ് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം സിസ്റ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്താനായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നാളെ അടുത്ത സെക്കൻഡ് നമ്മൾ ഈ ലോകം വിട്ട് നമ്മൾ പോകും, ഏത് പാർട്ടിയാണെങ്കിലും. പക്ഷെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം അടുത്ത തലമുറ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവരുടെ ചിറകുകൾ അവർ വിരിച്ച് പറക്കാനായിട്ട്, അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രമായിട്ട് അവരുടെ ടാലൻറ്റുകൾ വികസിപ്പിക്കാൻ, അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ സമാധാനം കൊടുക്കാനായിട്ട് നമ്മൾ രാഷ്ട്രീയക്കാരന് മാത്രം സമാധാനം കൊടുത്താൽ മതിയോ? നമ്മൾ അച്ഛൻ അമ്മ ഈ സങ്കല്പങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അച്ഛൻ അമ്മ ഈ സങ്കല്പമൊക്കെ തെറ്റാണെന്ന്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ശരിക്കും ദേശവിരുദ്ധതയല്ല, ശരിക്കും ഹ്യൂമൻ ഈ ഹമാസ് എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഇതുപോലും ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു സർവകലാശാലയിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന് ഒരു മഹാഭാരതം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി, മഹാഭാരതം അതൊരു യുദ്ധമാണല്ലോ, ധർമ്മയുദ്ധമാണ്. അപ്പോൾ അവിടെ ധർമ്മയുദ്ധമാണ് നടക്കുന്ന ഇംപ്ലിക്കേഷൻ മഹാഭാരതം എന്നുള്ളൊരു ഇത് ഏതെങ്കിലും SFI ഏതെങ്കിലും വേദികളിൽ ഉപയോഗിക്കുമോ? ഇല്ല. അതുപോലെ ഇന്നത്തെ രാഷ്ട്രീയ കളി ഞാൻ പറഞ്ഞുതരാം. പല ഈ മുസ്ലിം മേഖലകളിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ മുസ്ലിംസിന് താല്പര്യമുള്ള അവർക്കെതിരായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യില്ല. മറ്റുള്ള മതങ്ങളിലോ അല്ലെങ്കിൽ ഇതിലുള്ള നല്ല വ്യക്തിത്വങ്ങളെ നമ്മൾ രാഷ്ട്രീയം ഇതൊന്നും നോക്കാണ്ട് നല്ല വ്യക്തിത്വങ്ങളെ കാണിക്കുക. എന്തിനാ അബ്ദുൽ കലാം സാറിന് അദ്ദേഹത്തിനെ പോലും പല ആൾക്കാരും കാണുന്നത് BJP കാരനായിട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അധമ സംസ്കാരം നമ്മളിൽ വളർന്നുപോയി. അതൊക്കെ നമുക്ക് പല ആ രീതിയിലാണ് വരുന്നത്. പല ആൾക്കാർ വിയോജിക്കുക. എന്തിനാ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ, നമ്മുടെ കക്ഷിയിൽപ്പെട്ട ആൾക്കാരെ അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് ഓരോ പദവികൾക്ക് വേണ്ടിയിട്ട് അതൊരിക്കലും മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാക്കില്ല. ശരിക്കും നമ്മളെവിടെയെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇത്രയും മൃഗീയമായിട്ട് ആദ്യമായിട്ട് ഇത് എക്സ്പോസ്ഡ് ആവുന്നത് ഇങ്ങനെയാണ്. ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് നമുക്കറിയാം, അതുപോലെ പല കോളേജുകൾക്ക് ഇവർക്ക് ആധിപത്യമുള്ള കോളേജുകളിൽ ആ കോളേജ് ക്യാമ്പസിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഖിത നിയമമാണ്. ഇനി മറ്റുള്ള ഏതെങ്കിലും സംഘടനകൾക്ക് ആധിപത്യമുള്ള അതല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ല, അത് സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഓരോ രാഷ്ട്രീയക്കാരൻ്റെ ഏത് ആശയത്തിൽപ്പെട്ടയാളാണെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയ്ക്ക് സന്തോഷമായിട്ട് നിർഭയം ജീവിക്കാനായിട്ടുള്ള. അതല്ലേ നമുക്ക് വേണ്ടത്. കുറേ നമ്മൾ ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നൊരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഹമാസിനെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് ഇത്ര പറയുക സൂയിസൈഡ് ബോംബറാവുക, പെട്ടെന്ന് വിചാരിച്ചിരിക്കാണ്ട് സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേലിൽ ഭയങ്കരമായിട്ട് ബോംബിങ് നടത്തി കഴിഞ്ഞിട്ട് മിസൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിട്ടാലിയേഷൻ വന്നപ്പോൾ ആ ജനതയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് PLOയുടെ കംപ്ലീറ്റ് കൺട്രോൾ അതെല്ലാം പോയി ഹമാസിൻ്റെ കയ്യിലായി. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രങ്ങൾ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ചരക്ക് കപ്പലുകൾ പോലും നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലും ഈ തീവ്രവാദികൾ അവർ അറ്റാക്ക് ചെയ്യുന്നു. അത് എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കുന്ന സംഗതിയാണ്. അപ്പം ഇതൊക്കെ നിസ്സാര ഒരു ചെറിയൊരു സംഗതിയായിട്ട് നമ്മൾ കാണരുത്. ഇതിനെ ദുഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ ലാക്കുകൾ വരുന്ന സമയത്ത് ആരാണെങ്കിലും ആര് ചെയ്താലും അത് നമുക്ക് തുറന്ന് പറയാനായിട്ട് സാധിക്കണം. ആ മീഡിയയുടെ ധർമ്മം ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇത്രയെങ്കിലും സമാധാനം നമുക്ക് ഉണ്ടാവുന്നത്. ടു കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്, അത് മീഡിയയ്ക്ക് സാധിക്കുന്നിടത്തോളം കാലം നമുക്ക് ഹോപ്പുണ്ട്. യെസ്, പാർലമെൻറ്റ് മന്ദിരത്തിന് ബോംബ് വെച്ച ആളെപ്പോലും വാഴ്ത്തിപ്പാടുന്ന സംഘടനകൾ, അതാണ് നമുക്ക് ഇടയിലുള്ളത്. യെസ്, ഡോക്ടർ ജയരാജ്, ആരുടെ ഭാവനയിൽ ഉദിച്ചതാണ് ഈ ഇൻതിഫാദ? അത് യൂണിവേഴ്സിറ്റി യൂണിയനാണോ അങ്ങനെ ഒരു പേര് കൊടുത്തത്? അതോ SFI സംസ്ഥാന കമ്മിറ്റിയാണോ? അതോ സിൻഡിക്കേറ്റ് മെമ്പർമാരാണോ? എന്തായാലും വൈസ് ചാൻസലർ ഇത് അറിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പേര് നാമനിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വൈസ് ചാൻസലറിൻ്റെ അടുത്ത് പോകുന്നത്. ഈ പേര് അംഗീകരിക്കുന്നത് ഇങ്ങനെ തന്നെയൊക്കെ പരിപാടി, അല്ലാതെ ഡയറക്റ്റായിട്ടൊരു ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇത്തരം വിഷയങ്ങളിൽ വൈസ് ചാൻസലറിൻ്റെ ഉണ്ടാവാറില്ല. ഏത് വൈസ് ചാൻസലർ ആണെങ്കിലും, അത് വിളനിലമാണെങ്കിലും GB മോഹൻ തമ്പി ആണെങ്കിലും ഇപ്പോഴത്തെ മോഹൻ കുന്നുമൽ സാറാണെങ്കിലും അത്തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് അത് കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഗവർണറിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായതുകൊണ്ടാണ്
ഇങ്ങനെ അതുമല്ല ഒരു പരാതി കോടതിയിൽ ചെന്നതുകൊണ്ടാണ് ഇത് ആകെപ്പാടെ ചർച്ചയായത്, ഈ വിഷയം ചർച്ചയായത്. ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഇതുപോലെ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനൊരു പേർഷ്യൻ പേര് തന്നെയാണ് ഇട്ടിരുന്നത്, ഇനാരെ എന്നാണ് പേര്, ചന്ദ്രൻ്റെ വെളിച്ചം എന്നായിരുന്നു. അന്ന് അവിടെ ഈ പറയുന്ന ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു, SFI അല്ല ABP സ്റ്റുഡൻസ് കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ സമയത്ത് അവരാരും ഓപ്പോസ് ചെയ്തില്ല അതിന്. അവർ വളരെ സന്തോഷത്തോടു കൂടി ആ 3 വർഷത്തെ യുവജനോത്സവങ്ങളിലും ആ പേരിൽ തന്നെ മത്സരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് വന്ന ഭാരത എന്ന് പേര് മാറ്റി ഭാവം രാഗം താളം എന്നുള്ള രീതിയിലാണ് ഭാരത എന്നുള്ള പേരിട്ടത്. അപ്പോൾ ഇങ്ങനെ മാറി 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 കുട്ടികളിങ്ങനെ ഓരോ ക്രിയേറ്റീവായിട്ടുള്ള പേര് കൊണ്ടുവരും. കുറേ പേര് ഇങ്ങനെ കുറേ ലിസ്റ്റ് ഇങ്ങനെ ആവശ്യപ്പെടും. അതൊരു കോമ്പറ്റീഷൻ പോലെ നടത്തുക, അതിനകത്തു നിന്നാണ് ഏറ്റവും മികച്ച പേര് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ സുതാര്യമായൊരു പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ. അല്ലാതെ ആർക്കെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന് ഇതിപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. കാര്യം 1ഉം 2ഉം അല്ല, 30,000 പേര് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ലോകം മുഴുവൻ ഇതിനെ അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആക്രമണം, ആരെല്ലാം പറഞ്ഞിട്ടും ആക്രമണം നിർത്തുന്നില്ല. ഒരു ജനതയെ ഒന്നടങ്കം ഇതിന് തുടക്കമിട്ടത് ഹമാസ് ആണെങ്കിൽ ഹമാസ് യൂസ് ചെയ്യുന്നത് മനുഷ്യ ഷീൽഡുകളായിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ അവരെ കൊല്ലുകയാണ്. നിരന്തരമായ സ്ത്രീകളെ കുട്ടികളെ കൊല്ലെടുക്കുകയാണ്. ഇപ്പം ഈ പലസ്തീൻ എന്ന് പറയുന്നത് മുഴുവൻ ഹമാസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനത മുഴുവൻ നശിച്ചു പോകുന്നത് കണ്ടിട്ടാണ് അതൊരു ചർച്ചയാവണം എന്നുള്ള അർത്ഥത്തിലായിരിക്കണം ഇന്തിഫാദ എന്നുള്ളൊരു പേര് യൂസ് ചെയ്തത്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പം അക്ബർ എന്നും സീത എന്നും പേരിട്ടാൽ തെറ്റാണെന്നും അല്ലെങ്കിൽ നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്ന് പേരിടാൻ പാടില്ലെന്നും പരശുരാമ എക്സ്പ്രസ് എന്ന് മാത്രമേ ഇടാൻ പാടുള്ളെന്നും അങ്ങനെ പേരിടാൻ പാടില്ലെന്നൊക്കെ പറയുന്ന ട്രോളുകളൊക്കെ ഇതുമായിട്ട് അനുബന്ധിച്ച് ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളെ ക്യാപ്സൂൾ എന്ന് കുറേ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം ഏതൊക്കെ ക്യാപ്സൂൾ മാറി വിഴുങ്ങിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതിന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. ക്യാപ്സൂൾ നിർമ്മിക്കുന്ന അദ്ദേഹം നേരിട്ട് കണ്ട ചരിതാർത്ഥനായി എന്നൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയുണ്ടായി. അദ്ദേഹത്തിന്റെ കാര്യം ഏത് ക്യാപ്സൂൾ മാറിക്കഴിച്ചെന്ന് എനിക്കറിയില്ല, അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ എനിക്കതിനെ കാണാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ സംവാദം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ പേര് മാറ്റുമോ അല്ലെ ഇന്തിഫാദയായിട്ട് തുടരുമോ? ഇപ്പൊ എന്തായാലും നാളെ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വരും. നാളത്തെ വിധി ഹൈക്കോടതി ഡയറക്ഷൻ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ എടുത്തു മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാര്യം ഇനിയും പുതിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കേണ്ടി വരും. കോടതി പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതാണ് പുരോഗമന വിദ്യാർത്ഥി സംഘടനയുടെ നിലപാട്. കോടതി പറഞ്ഞാലും ഞങ്ങൾ എടുത്തു മാറ്റില്ല. ചെയ്യുമായിരിക്കും. VC പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല. അങ്ങനല്ല ഈ പുതിയ ബോർഡുകൾ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ കറുത്ത പെയിന്റ് അടിച്ച് മാറ്റുകയോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇത് ശരിക്കും ഒരു നോൺ ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂവിനെ ഈ പറഞ്ഞ കണക്കോലെ ഇതിനോടൊപ്പം തന്നെ അപകടകരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ സമൂഹത്തെ. ഡോക്ടർ ജയരാജ്, അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് എത്രയോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതാണ്. പേര് മാറ്റുന്നതിന് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. പേര് മാറ്റുന്നതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. താങ്കളുടെ വാക്കുകളിലൂടെ തെറ്റായ സന്ദേശമാണ് പുറത്തു വരുന്നത്. താങ്കൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അവർ വഴിതെറ്റിപ്പോകും. സോ ബി കെയർഫുൾ. എന്താണ് ഞാൻ തെറ്റ് പറഞ്ഞത്? ഇവിടെ ഒരു തെറ്റും പറഞ്ഞില്ല. സമീപകാല ഇന്ത്യ വളരെ ഭീതിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പേരുകളും എല്ലാ മൂവ്മെന്റുകളും നമ്മൾ സംശയ ദൃഷ്ടിയോടെ നോക്കി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി, അരക്ഷിതാവസ്ഥയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് യാതൊരു സംശയം വേണ്ടത് അങ്ങനെ തന്നെയാണ്. കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? നമുക്കൊരു കാരണവശാലും സമീപകാല യാഥാർത്ഥ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ അത് കേരളത്തിൽ നടന്നതായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഒരു കാര്യം മാത്രം കണ്ടിട്ട് അതിനെക്കുറിച്ച് മാത്രം അഭിപ്രായം പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിനോട് ഉപോത്ഫലകമായി നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൺ സൈഡഡ് ജഡ്ജ്മെന്റ് ആയി പോകും. എപ്പോഴും നമ്മളൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങളും നോക്കിയിട്ടാണ് അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ടാണ് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്, എവിടെയെല്ലാം പേരുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ പേര് മാറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടാവുന്നതാണ്. കൽക്കട്ടയുടെ പേര് കൊൽക്കത്ത എന്നിടണോ, കാളിഘട്ട എന്നിടണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ച വന്നിട്ടുള്ളതാണ്. ഭാരതം എന്നുള്ളത് ഇന്ത്യ എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടായപ്പോൾ ഇന്ത്യ മുന്നണി എന്നേ പറയൂ എന്നൊക്കെ വാശി പിടിക്കുന്നത്, ഇതൊക്കെ
കൃത്യമായിട്ട് ചില അജണ്ടകളുടെ ഭാഗമാണ്. അതിനകത്തൊക്കെ ഒരു പൊളിറ്റിക്കൽ റീസൺസ് അല്ല, കേരളത്തെ ഇനി രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇതൊക്കെ നോക്കി കണ്ടൂടെ, ഇതിനെ വിലയിരുത്തിക്കൂടെ? അല്ല, കേരള എന്ന് മാറ്റി കേരളം ആക്കണം എന്ന് പറഞ്ഞത് ഇവിടെ നടന്നിട്ടുണ്ട്. എന്താക്കുമെന്നാണ് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഒരു പോയിന്റ് എനിക്ക് അതായത് ഡോക്ടർ ജയരാജ് കാരണം മറ്റൊരു രാജ്യത്ത് ആ പേരിലുള്ള എയർപോർട്ട് ഉണ്ട്, മറ്റൊരു രാജ്യത്ത് അങ്ങനെ ഒരു എയർപോർട്ട് ഉണ്ട്. സാർ എനിക്കൊരു ഡൗട്ട് സാർ, അതായത് SFIയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയിട്ടാണ് അതുകൊണ്ടാണ് വേറെ അധ്യാപകനല്ലേ സാർ? ഒരു ക്ലാസ്സിൽ പല ബാക്ക്ഗ്രൗണ്ട്, പല സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾ വന്നിരിക്കുന്ന ക്ലാസ്സിൽ അഭിമുഖീകരിക്കുന്ന ഒരു അധ്യാപകനല്ലേ സാർ? നിങ്ങൾ എങ്ങനെ ഈ ഒരു ഇന്തിഫാദ എന്ന് പറയുന്ന പേരിന് നിങ്ങൾ വീണ്ടും ന്യായീകരിച്ച് സംസാരിക്കുന്നതാണ്? നിങ്ങൾ തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സാർ തന്നെ വീണ്ടും കോൺട്രഡിക്ടറി ആയി പറയാണ്. സാറ് പറയുന്നു ഇന്തിഫാദ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഡിസ്കഷനിലൂടെ സ്റ്റുഡന്റ് യൂണിയൻ മുന്നോട്ട് വെച്ചൊരു പേരാണ്. സാർ പിന്നെ വീണ്ടും പറയുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പേര് മാറ്റത്തിന്റെ അതിൻ്റെ എതിരെ സംസാരിക്കുന്നു. സാർ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സാറിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് കോൺട്രഡിക്ട് ചെയ്യാണ്, ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, സാർ ഒരു അധ്യാപകനാണ് സാർ, അത് സാർ വീണ്ടും വീണ്ടും ഓർക്കണം. സാറ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഇന്തിഫാദ എന്ന് പറയുന്ന സപ്പോർട്ടിലൂടെ ഒരു കലാപത്തിനുള്ള ആഹ്വാനത്തെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനിന്ന് സിദ്ധാർത്ഥന്റെ എൻ്റെ സഹോദരനായ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വിഷമം ഞാൻ നേരിട്ട് കേട്ടറിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ SFIക്കാര് കൊന്ന സിദ്ധാർത്ഥൻ ഇതേ ആശയം തന്നെയാണ്. ഈ പറയുന്ന പേരുണ്ടല്ലോ, അതായത് ഇന്തിഫാദ എന്ന് പറയുന്ന പേരിൽ വിശ്വസിച്ചു, അതേ ഫിലോസഫി തന്നെ അവിടെ നടപ്പിലാക്കി എന്ന് തന്നെ പറയണം. നിങ്ങൾ വരുന്ന കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ എല്ലാ ക്യാമ്പസുകളും എല്ലാ കോളേജ് യൂണിവേഴ്സിറ്റികളിലും അരാജകത്വം സൃഷ്ടിക്കുകയാണ് ഇവിടുത്തെ SFI നേതൃത്വം ചെയ്യുന്നത്. നിങ്ങൾ എന്ത് കൺസ്ട്രക്റ്റീവ് ആക്ടിവിസമാണ് ചെയ്യുന്നത്? ഇതെല്ലാം ഒരു പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സാർ, അത് ഓർക്കണം. പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നമ്മുടെ തോന്നിയതുപോലെ നമ്മുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റരുത് സാർ. ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് വീണ്ടും ഹോമത്തിലേക്ക് വരാം. ഞാൻ ഇന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. SFIയുടെ സഖാക്കള് സുഡാപ്പികൾ SFIയുടെ സഖാപ്പികള് പവിത്രമായ റംസാൻ മാസത്തിലാ തോന്നുന്നു, ആ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾക്ക് പർദ്ദ കൈമാറുന്നു. യാതൊരുവിധ തെറ്റുമില്ല, കൈമാറിക്കോട്ടെ. അതേ സമയത്ത് ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ, ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ അവിടെ ഗണപതി ഹോമം നടത്തുന്നതിൽ പ്രശ്നം. എനിക്ക് ആ ഒരു ഡിബേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു മാനേജ്മെന്റ് ആണ് അവിടെ ഉള്ളത്. മാനേജ്മെന്റ് ദേ ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ സാർ ഗണപതി ഹോമത്തിന്റെ ചർച്ചയിലേക്ക് ഞാൻ പറഞ്ഞത് JNUവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേട്ടില്ല. JNUവിൽ എന്താ സാർ? ഗണപതി ഹോമമല്ല, JNU വിദ്യാർത്ഥി ഹോസ്റ്റലുകളിൽ ABP വിദ്യാർത്ഥികൾ ഹോമം നടത്തിയത്. അത് രാജ്യം മുഴുവൻ ചർച്ചയായ വിഷയമല്ലേ? അത് ഏതാ സാർ? രാജ്യം മുഴുവൻ ചർച്ചയായ വിഷയമല്ലേ? എന്റെ സുഹൃത്താണ് അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ. അവര് തന്നെയാണ് ABP പ്രവർത്തകർക്കെതിരെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയാലും ജാമ്യ ആയാലും ഇവിടെയെല്ലാം ഒരു കലാപത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും അവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ലാട്ടി വെച്ച് അടിച്ചതൊക്കെ എല്ലാവരും കണ്ടതാണ്. ലാട്ടി വെച്ച് അടിച്ചത് എല്ലാവരും കണ്ടതാണ്. JNUവിലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല? സാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഖണ്ഡം ചെയ്ത് പറയൂ. സിദ്ധാർത്ഥനെ SFIക്കാർ അടിച്ച് മർദ്ദിച്ച് കൊന്നുവെന്ന് ഇതേ ചാനലിൽ തീർച്ചയായിട്ടും സിദ്ധാർത്ഥനല്ല XYZ ആരെന്ത് ചെയ്താലും ഒരു മിനിറ്റ് ഡോക്ടർ ജയരാജ്, ഞാൻ ഒന്ന് ആരിഫ് ഹുസൈനിലേക്ക് പോവാണ്. അദ്ദേഹത്തിന് പോകാൻ സമയമായി, അതുകൊണ്ടാണ്. താങ്കൾക്ക് രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കേരള സമൂഹത്തിന് നന്നായിട്ട് അറിയാം. ഒരു നിമിഷം ഡോക്ടർ ആരിഫ്, പെട്ടെന്ന്.
അല്ല, ഇവിടെ പറഞ്ഞു ഞാൻ ക്യാപ്സ്യൂൾ മാറി കഴിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. ഞാൻ ക്യാപ്സ്യൂൾ മാറി കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഈ അന്തം കമ്മികളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ ഇപ്പൊ ഞാൻ കഴിക്കാറില്ല. പകരം സാധാരണ മനുഷ്യർ കഴിക്കുന്ന ക്യാപ്സ്യൂൾ തന്നെയാണ് ഞാനിപ്പോ കഴിക്കാറുള്ളത്. ഒന്നാമത്. രണ്ടാമത്തത്, ഇവിടെ 30,000 പേരെ കൊന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളെ അത് നമ്മൾ എപ്പോഴും അപലപിക്കുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അപലപിക്കുന്നത്. ഇസ്രായേല് പാലസ്തീനിൽ കൊന്നൊടുക്കിയിട്ടുള്ള 30,000 ആളുകളെ മാത്രമല്ല നമ്മൾ അപലപിക്കുന്നത്. നമ്മൾ ലെനിനും സ്റ്റാലിനും കൂടിയിട്ട് ഇവിടെ കൊന്നൊടുക്കിയിട്ടുള്ള ഗുലാഗ് സിസ്റ്റത്തിലൂടെ മാത്രം കൊന്നൊടുക്കിയിട്ടുള്ള 2 മില്യൺ പീപ്പിൾ, അവരുടെ കാര്യത്തിൽ നമ്മൾ അപലപിക്കാറുണ്ട്. അതുകൂടാതെ ലോകത്തുള്ള കമ്മ്യൂണിസം കൊന്നു തള്ളിയിട്ടുള്ള അത് 100 മില്യൺ ആളുകളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് ഈ കാലം കൊണ്ട്. അതിൽ തന്നെ പകുതിയോളം അവരെ കൊന്നു തള്ളിയത് പട്ടിണിയിലൂടെയാണ്. ഇന്നിപ്പോ കേരളത്തിലെ ഈ നമ്മുടെ ഇവിടെയുള്ള 3 കോടി ജനങ്ങളെ കൊന്നു തള്ളാൻ, പട്ടിണിക്കിട്ട് കൊന്നു തള്ളാൻ പാകത്തിന് ഇന്നും ഇവിടെ ഈ തലതിരിഞ്ഞ ഇടത് നമ്മൾ സാമ്പത്തിക നയങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തെയും പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ നമ്മളിവിടെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മാറ്റവും അതിലില്ല. നിങ്ങൾ ഓരോ രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകാർ എന്താണോ ചെയ്തത്, കൊല പിടിക്കുന്ന കാര്യം അത് തന്നെയാണ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ ആക്രമിച്ചു കൊല്ലും, അല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലും. എങ്ങനെയാലും ചാവും എന്നുള്ളതാണ് ആ കമ്മ്യൂണിസത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആളുകളുടെ വിധി. അതിവിടെ നടക്കും. അപ്പോ നമ്മൾ എല്ലാത്തിനും അപലപിക്കുന്നു. ഇസ്രായേൽ കൊന്നുതള്ളി 30,000. അതിന്റെ ശരി തെറ്റിലേക്കോ അതിന്റെ പ്രൊപ്പോർഷൻ കണക്ക് വെച്ചിട്ടുള്ള ആ രീതിയിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം യുദ്ധങ്ങൾ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് അവര് ചെയ്യുമ്പോൾ ശരിയായ യുദ്ധം, ഇവര് ചെയ്യുമ്പോൾ ശരിയായ യുദ്ധം, അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഒന്നത്. ഇനി ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ട് എന്ന് വലിയ വീരവാദം ചെയ്യുന്നത്. തെറ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ തെറ്റ്? ആ തെറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഇദ്ദേഹം തന്നെ ചില പേർഷ്യൻ ടേം ഉപയോഗിച്ചു, വേറെ ചില രാമൻ സീത ഉപയോഗിച്ചു. ഇവിടെ ആരാണ് ഇതിനെയൊക്കെ എതിർത്തിട്ടുള്ളത്? ആരാണ് ഇതിനെ അനുകൂലിച്ചിട്ടുള്ളത്? രാമൻ സീത എന്ന് പറയുന്ന പേരിന്റെ വിഷയത്തിൽ ഇവിടെ ചർച്ച വന്നപ്പോ ഇവിടെ അത് ശരിയല്ല, അത് ഇത്ര ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ അതിനു വേണ്ടി കേസ് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ, ഇവിടെ എന്ത് മര്യാദകളാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ജനത തന്നെയാണ്. അവരെ നിങ്ങൾ സംഗീതം എന്ത് വേണേലും വിളിച്ചോളൂ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇന്തിഫാദ എന്ന് പറയുന്നത് കൃത്യമായ ഭീകരവാദമാണ് എന്ന് ലോകം മുഴുവൻ പാടുന്ന സമയത്തും അവിടെ ഇരുന്നു കൊണ്ട് ഇതുപോലെ ചില ഓഞ്ഞ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കുന്നത്, അതിന് കുറച്ച് ഉളുപ്പ് കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നത്. ഇനി രണ്ടാമത്തേത്, അവസാനമായിട്ട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുകൾ നിങ്ങൾ പറയാൻ തയ്യാറാണോ? ഇത് ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇത് വയലൻസിനെ ഇൻസൈറ്റ് ചെയ്യുന്ന സാധനമാണ് എന്നുള്ളതിൽ ലോകത്തൊരിടത്തും തർക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ള തർക്കം? ഒരു സംശയത്തിന്റെ മൊന വെച്ചുകൊണ്ട് ഇത് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ തീരുമാനിച്ചോട്ടെ, VC തീരുമാനിച്ചോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത്, ഇത് തിരുത്തേണ്ട ബാധ്യത ഇവിടുത്തെ പൊതുജനത്തിനുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ചർച്ചയാക്കുന്നത് പോലും. ഇത് കോൾ ടു വയലൻസ് തന്നെയാണ്. ഇതേ മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലിനകത്ത് പോലും അവിടെ നുഴഞ്ഞു കയറിയ അന്നത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന് കോപ്പ് കൂട്ടുന്ന ഇവിടുത്തെ മൗദൂദി കുഞ്ഞുങ്ങൾ പോലും വിളിച്ചത്. ആ മുദ്രാവാക്യം എന്താണ്? ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, നീൽ സലാം, അസ്സലാം, ഇന്തിഫാദ, ഇൻകുലാബ് എന്ന് പറയുമ്പോൾ അവരതിലൂടെ മുന്നോട്ട് വെക്കുന്ന എന്താണ്? അത് ഇവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സംഗതിയാണ്. അത് നിലാവെളിച്ചം കണ്ടപ്പോ അറിയാതെ കൂടിപ്പോയതാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോഴും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഈ പേരിടുമ്പോ അവിടെയും അവരറിയാതെ കൂടിപ്പോവാണ്. അവര് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്നുള്ളത് സംഗതി എന്താണ്, രക്തതാരകത്തിന്റെയും അതുപോലെ വെള്ളക്കൊടിയുടെയൊക്കെ അടിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അറിയാതെ പുറത്ത് ചാടിപ്പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇനിയെങ്കിലും ഇതിനെ തള്ളി പറഞ്ഞേ പറ്റൂ. നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. പൊതുജനം എന്നുള്ള രീതിയിൽ, ക്യാപ്സ്യൂൾ മാറിക്കഴിച്ച ആളുകൾ എന്നുള്ള രീതിയിൽ ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കൊള്ളരുതായ്മ, ഈ തെറ്റായ സന്ദേശം, ഇതിനെ നോർമലൈസ് ചെയ്യുന്ന രീതി അത് തള്ളി പറഞ്ഞിരിക്കും, അത് തുറന്നു കാണിച്ചിരിക്കും എന്നത് തന്നെയാണ് നമുക്കിവിടെ ആവർത്തിച്ച് പറയാനുള്ളത്. ഓക്കെ, ശ്രാവൺ, ഇതിലൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയും ഇതുപോലുള്ള ഇന്തിഫാദ പോലുള്ള ആയുധങ്ങൾ SFI പ്രയോഗിക്കും എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഞാൻ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ SFIയുടെ DNA-യിൽ ഈ ദേശവിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു കാര്യം അവരുടെ DNA-യിൽ തന്നെയുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സംശയങ്ങളുള്ളത് ഡോക്ടർ ജയരാജിനോടാണ്. അതായത് ഈ ഇന്തിഫാദ എന്ന് പറയുന്ന പദത്തിനെക്കുറിച്ച്, അതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും എല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തു. എന്നിട്ടും സാർ ഇപ്പോഴും വീണ്ടും വിചാരിക്കുന്നു അതൊരു സമാധാനത്തിൻ്റെ പ്രതീകമാണ് ആ വാക്കെന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു പാലസ്റ്റൈൻ ഇസ്രയേൽ
കോൺഫ്ലിക്റ്റ്, ആ ഒരു സിനാരിയോയിൽ മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം അല്ല അത്. കാരണം നമ്മളത് ആ ജമ്മു കാശ്മീരിൽ നടക്കുന്ന വിഘടനവാദങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളും യൂസ് ചെയ്ത ഇതേ ടേമാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് സർ, കശ്മീരി 1990 കശ്മീരി എക്സഡസ് നടന്ന ആ കശ്മീരി പണ്ഡിറ്റുകളുടെ രക്തത്തിൻ്റെ മണമാർന്ന ഈ ഇന്തിഫാദ എന്ന് പറയുന്ന പദത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? 1. 2, സാർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരോധിത സംഘടനകൾ ഇപ്പോൾ പല സംഘടനയിലും നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു. ഞാനത് ക്ലാരിറ്റി വരുത്താം. പല സംഘടനകളിൽ ഉണ്ടാവാം, പക്ഷേ ABVPയിൽ ഇല്ല ഈ ദേശവിരുദ്ധ ശക്തികൾ. 2, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോൾ SFIയുടെ ഒരു B പാർട്ടിയായി, ഒരു B ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്നല്ലേ സാറ് പറഞ്ഞത്? 2, മൂന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഞാനും അപ്പനും സുഭദ്രയും, അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. അതായത് AKG സെൻറ്ററിൽ നിന്ന് വല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യും, അത് കേരളത്തിലുള്ള ബാക്കിയുള്ള അന്തംകമ്മികൾ എല്ലാവരും കൂടി ഏറ്റുപിടിച്ച് സിന്ദാബാദ് വിളിച്ച് നടക്കണം. അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഈ ഒരു പേരിനെ ചർച്ചയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു. അവിടെ എത്ര കോമൺ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ? അവർക്ക് എല്ലാവർക്കും ഇതിന് യോജിപ്പുണ്ട് എന്നാണോ സാർ പറയുന്നത്? സാർ, ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യാണ്ട്, ക്രിട്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ചയിലിരിക്കാൻ. ഇത്രയും സാറ് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട. സാർ ഒരു അക്കാഡമീഷ്യൻ അല്ലേ? സാറ് റെപ്യൂട്ടഡ് ആയ ജേർണൽസിൽ സെർച്ച് ചെയ്യൂ ഇന്തിഫാദ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന്. അതിനെക്കുറിച്ച് എഴുതിയ ആർട്ടിക്കിൾസ് സാർ ഒന്ന് വായിച്ചു നോക്കൂ. അതിലെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു പദമാണെന്ന്. അതിനെ സാർ വീണ്ടും അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് തികച്ചും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. സാർ ഒരു അധ്യാപകൻ കൂടിയാണ്. അതിനെ ഒന്ന് സാർ ഒന്നുകൂടി തിങ്ക് ചെയ്യണം ബിഫോർ യു ടോക്ക്. ഡോക്ടർ ജയരാജ്, ആസുരമായ ഇത്തരം നിലപാടുകൾ അതല്ലേ മാറ്റേണ്ടത്? ഡോക്ടർ ജയരാജ്, താങ്കളെപ്പോലുള്ളവരാണ് വിദ്യാർത്ഥികളെ നവീകരിക്കേണ്ടത്. ഒരേ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇങ്ങനെയാണെങ്കിൽ ലോങ് ലീവ് റവല്യൂഷൻ എന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. റവല്യൂഷൻ എന്ന് ഉപയോഗിക്കുന്നത് തന്നെ വിപ്ലവം എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്ന് പറയുമല്ലോ. ഈ അപ്രൈസിംഗ് എന്നും വിപ്ലവം എന്നൊക്കെയുള്ള ഇതിനർത്ഥം, ഇത് ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ രീതിയിൽ ഇതിന്റെ അർത്ഥവും കാര്യങ്ങളും മാറുന്നതേ ഉള്ളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കലാപമാണെന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇപ്പൊ പട്ടാമ്പി കാർണിവലിൽ വന്നിട്ടുള്ളത് അഡോണിസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിയാണ്. അങ്ങനെ ഒരുപാട് പേര്, നെരൂദ, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു കോസിന് വേണ്ടി നിൽക്കുന്നുണ്ട് ലോകം മുഴുവൻ. ജിഹാദ് എന്ന് പറയുന്ന പദം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് അറിയുന്നത് കൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ടേം ആയിട്ടുള്ള ഇന്തിഫാദ നിങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, ജിഹാദിന് പകരം നിങ്ങൾ ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നു. ഇതിന് അത്രമാത്രം കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ സാർ. ഓക്കെ, ജിഹാദ് എന്ന് പറഞ്ഞ വാക്കായിരുന്നെങ്കിൽ തീർച്ചയായും താങ്കൾ പറഞ്ഞതിന് ന്യായമുണ്ട്. ഇന്തിഫാദയുടെ പേരിൽ നടക്കുന്ന ജിഹാദ് തന്നെയാണ്. ജിഹാദ് എന്നുള്ള പദം ജിഹാദിന് പകരം ഇന്തിഫാദ, ജിഹാദിന് പകരം ഇന്തിഫാദ. അത്ര അലങ്കാരികതയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സാർ. എനിക്ക് വേണമെങ്കിൽ അതിന് അപ്പുറത്തെ വാക്കുകൾ, അതായത് താങ്കൾ ഉപയോഗിച്ച വാക്കിന് താങ്കൾ ഉപയോഗിച്ച വാക്കിന് പകരമായിട്ട് പറയാൻ എനിക്ക് ആ ഒരു നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങാത്തതുകൊണ്ടാണ് താങ്കൾ ഉപയോഗിച്ച ചില വാക്കുകൾ, ചില സംജ്ഞകൾക്കൊന്നും അതേ അർത്ഥത്തിൽ ഞാൻ മറുപടി പറയാൻ. സാർ എന്റെ നിലവാരത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ നിലവാരത്തെ കുറിച്ച് സാറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട ആവശ്യമില്ല. സാറിന്റെ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികളെ നാഷണൽ ഇന്റഗ്രിറ്റി എന്താണ്, ദേശീയ ബോധം എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ മതി. ജമ്മു കാശ്മീരിലെ വിഘടനവാദികൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന SFI പോലെയുള്ള പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷ അധ്യാപകരാണ്. ഇടതുപക്ഷത്തിന്റെ അധ്യാപകരാണ് സാർ ഈ നാടിന്റെ. ഇത് തന്നെയാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതും അവിടുത്തെ SFI കൊലയാളികൾക്ക് താങ്ങായി നിന്ന ആരാണ്? അവിടുത്തെ അധ്യാപകർ. അതുപോലെ തന്നെയാണ് ഒരു ലെഫ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിനെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് കുറെ അധ്യാപകരും. ഇത് തന്നെയാണ് വൈകുന്നേരം ചർച്ചയ്ക്ക്
ദേശീയത അളക്കാനുള്ള മെഷീനായിട്ട് നടക്കാണ്. യെസ്, അത് എന്നും ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഈ അളക്കുന്ന കാര്യം MLA ശശിയോട് പോയി ചോദിച്ചാൽ മതി. തീവ്രത അളക്കാനുള്ള എനിക്ക് തീവ്രത അളക്കാനുള്ള CPM-ന്റെ കയ്യിലാണുള്ളത്. ഡോക്ടർ ജയരാജ്, എന്തായാലും ഡോക്ടർ ജയരാജ് ക്ഷമിക്കുക, ഈ സംവാദം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. SFIയുടെ ദേശവിരുദ്ധതയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ പൊളിച്ചത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കലോത്സവത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവർ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വർഗ വർണ്ണങ്ങൾക്കും അതീതമായി സമ്മേളിക്കും. അതിനൊരു വർഗീയ സ്പർശം നൽകുന്ന ഇത്തരം സങ്കുചിത ചിന്താഗതികളെ തൂത്തെറിയുന്നതാണ്. ഡോക്ടർ മോഹനൻ കുന്നുമലിന് അഭിനന്ദനങ്ങൾ. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.